കുറച്ചധികം പച്ചക്കറിയും പലചരക്കും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി ഒതുക്കി പെറുക്കി വെക്കുക എന്നുള്ളതാണ് വലിയൊരു ടാസ്ക്. കൊണ്ടുവന്ന് പാടാൻ എനിക്ക് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ വലിയൊരു സമാധാനം കണ്ടാണ്ടില്ലെങ്കിൽ പിന്നെ കിടന്ന ഉറക്കം വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യോടെ നമുക്കതൊക്കെ ഒന്ന് ബോക്സിലാക്കി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അതേപോലെ നമ്മുടെ കിച്ചൺ ടേബിൻ്റെ മേലെ വിരുത്തി ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്, പരത്തിയിട്ടിട്ടുണ്ട്. ഇനി ഓരോന്നാക്കിയിട്ട് നമുക്ക് ബോക്സിലാക്കി വെക്കാം. ഈ ബോക്സ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. അടിപൊളിയാണ്. 200 സംതിങ്ങിന് 6 ബോക്സുകൾ കിട്ടും. കുറേ ഞാനിത് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് കണ്ണ് പൂട്ടി അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ തക്കാളി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ബോക്സിലാക്കി അടച്ച് വെച്ചു. കറക്റ്റായിട്ട് അടച്ച് വെച്ച് ഇങ്ങനെ എയർ ടൈറ്റ് ചെയ്ത് അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കുറേ ദിവസം കേട് വരാണ്ടിരുന്നോളൂ കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ വെണ്ടയ്ക്ക കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ബോക്സിലാക്കി അടച്ചടച്ചടച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു പച്ചക്കറി ബോക്സ് ഇല്ലേ നമ്മൾ വെക്കണ ആ ഒരു ഫ്രിഡ്ജിനകത്തുള്ള അതിനകത്ത് ഒക്കെ കൂടെ കൊണ്ടങ്ങോട്ട് ചെരിഞ്ഞ് വെക്കുകയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ പിന്നെ കുഞ്ഞ് നമ്മുടെ ഈ ഒരു ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടണേ ആ ഒരു ബോക്സിനകത്താണ് എടുത്ത് വെക്കാറ് കേട്ടോ. ഇപ്പോൾ പിന്നെ ഇതുള്ളതുകൊണ്ട് തന്നെ നല്ല ഉപകാരമായി. എല്ലാം അത് ഓരോന്ന് അതാത് പാത്രങ്ങളിൽ വെച്ചിട്ടുണ്ട്. പുറത്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതുപോലൊരു പാത്രത്തിലാക്കിയിട്ട് വെക്കും കേട്ടോ. കൊട്ടയിലാക്കിയിട്ട് വെക്കും. പിന്നെ ഫ്രിഡ്ജിലൊക്കെ ആ ബോക്സുകൾ ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജ് കാണാൻ തന്നെ നല്ലൊരു വൃത്തിയാണ് കേട്ടോ. അങ്ങനെ ഒരു ബോക്സിലാക്കി വെക്കുമ്പോൾ നല്ല മാറ്റമുണ്ട്. ഫ്രിഡ്ജിനൊക്കെ പെട്ടെന്ന് അലമ്പാവാണ്ട് ഒരുപാട് ദിവസം ഇങ്ങനെ വൃത്തിയിലിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കി വെച്ചു. പുറത്ത് വെക്കേണ്ട സാധനങ്ങളൊക്കെ പുറത്തും വെച്ചു. ഇനി കുറച്ച് പലചരക്ക് സാധനങ്ങളാണ് കേട്ടോ വെക്കാൻ വേണ്ടിയിട്ടുള്ള പൊടികൾ, പരിപ്പ്, കടല അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതും കൂടെ ഒതുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. കൈയോടെ എല്ലാം ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അടുക്കളയിൽ കയറുമ്പോഴേക്കും കിച്ചണിൽ കയറുമ്പോഴേക്കും ഒരു അടിപൊളി വൈബായിട്ട് തോന്നും കേട്ടോ. മറ്റേത് അവിടെ കുറേ കവർ ഇവിടെ കുറേ കവർ അങ്ങനെ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കളിക്കിനൊന്നും ലിങ്ക് ഇല്ല കേട്ടോ. എന്താ വെച്ചാൽ ഇതൊക്കെ ഞാനില്ലേ സ്ഥിരമായിട്ട് വാങ്ങണ കടയിലെ ഏട്ടന്മാർ തരുന്നതാണ്. അപ്പോൾ ഈ ഒരു റെഡ് കളറുള്ള അടപ്പില്ലേ അങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ നോക്കി വാങ്ങാറുണ്ട്. എന്താ വെച്ചാൽ എല്ലാവരും റെഡാണ് കേട്ടോ നമ്മുടെ അവിടെ. അപ്പോൾ അങ്ങനെയുള്ള അളുക്കുകളും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാനതെടുത്ത് തിരഞ്ഞെടുത്ത് പിടിച്ചിട്ട് പരിപ്പ്, കടല പൊടികളൊക്കെ അതിലാക്കി വെക്കും കേട്ടോ. അപ്പോൾ അരിപ്പൊടി, പരിപ്പ്, കടല കാര്യങ്ങളൊക്കെ ഞാൻ അതാത് പാത്രങ്ങളിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഉപയോഗിക്കാതെ എക്സ്ട്രാ വാങ്ങി വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അല്ലേ, അത് നമ്മളിവിടെ താഴെ ഇങ്ങനെ ഒരു ബക്കറ്റ് ഇരിക്കേണ്ട കുഞ്ഞ് അതിനകത്ത് ആക്കി വെക്കും. പിന്നെ ആവശ്യമുള്ളപ്പോൾ അതിനകത്ത് എടുക്കും കേട്ടോ. നമ്മൾ എക്സ്ട്രാ ഉപ്പ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർന്നു പോയിട്ട് ഓടിപ്പോയി വാങ്ങേണ്ടാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഇവിടേക്ക് ഒന്ന് ഒതുക്കി പെറുക്കി അടുക്കി പെറുക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കിച്ചണിലെ ഐറ്റംസും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നിറഞ്ഞ് നിന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മാസം ലാസ്റ്റ് നോക്കിയാൽ മതിയാവും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.